ഇന്നലെ രാവിലെയാണ് ബിജിൽ പ്രസാദ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് വെച്ച് മംഗലാപുരത്ത് വെച്ച് മരിക്കുന്നത്. ഇന്ന് രാവിലെയോടെ തന്നെ മൃതദേഹം കക്കോടിയിലെ വീട്ടിലെത്തിച്ചു. ഇന്നലെ ബന്ധുക്കൾ പോയാണ് അവിടെ നിന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം ബിജിൽ അവിടെ തന്നെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ വീട് നിർമ്മാണത്തിലായിരുന്നു. സെപ്റ്റംബറോടെ വീടിൻ്റെ പാലുകാച്ചൽ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടിൻ്റെ പണികളെല്ലാം വളരെ കാലത്തെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ വീടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. ശേഷം വീട് സെപ്റ്റംബറിൽ പാല് കാച്ചാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അതിദാരുണമായൊരു ഈ മരണം സംഭവിക്കുന്നത്. ഇത് ബിജിൻ്റെ കൂട്ടുകാരാണ്. ഇവരൊക്കെ തന്നെ ഈ വെസ്റ്റ് ഹിൽ പോളി എഞ്ചിനീയറിംഗ് കോളേജിലാണ് അവിടെ ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. ഇന്ന് ഗെറ്റ് ടുഗദർ നടത്താൻ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടാനുള്ളൊരു തീരുമാനം കൂടിയായിരുന്നു. അതിനായി ബിജിൽ ഇന്ന് നാട്ടിലേക്ക് എത്തുമെന്നായിരുന്നു പറഞ്ഞത്. അല്ല, ഇന്ന് രാവിലെ ഒരു 10:30 ട്രെയിൻ ഇറങ്ങും, എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിനിടയ്ക്കാണ് ഇന്നലെ രാവിലെ ഈ വിവരം അറിയുന്നത്. ഏത് വർഷമായിരുന്നു അവിടെ പഠിച്ചിരുന്നത്? ഞങ്ങൾ 2007-2010 ബാച്ചാണ്. 2010 പാസ് ഔട്ടായി. അതിനുശേഷം അവൻ FACTയിൽ ഞങ്ങൾ ഒരുമിച്ച് അപ്രന്റീസ്ഷിപ്പ് ചെയ്തു. 2012 FACT ജോലിക്ക് കയറി. പിന്നെ 5 വർഷം അവൻ അവിടെ ഉണ്ടായി. 2017 പിന്നെ ഇവിടേക്ക് മാറുന്നത്. MRPയിലോട്ട് അവിടുത്തെ എക്സാം എഴുതിയെടുത്തവൻ അവിടെ കയറി. ഇവർ കെമിക്കൽ എഞ്ചിനീയറിങ്ങിനായിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. 3 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം അതേപോലെ സൗഹൃദം അതേപോലെ കൊണ്ടുപോയ ആൾക്കാരാണ്. ഈ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഈ ബിജിൽ എങ്ങനെയായിരുന്നു? നല്ല ആക്റ്റീവാണ്, അടിപൊളി, ഒരു എനർജറ്റിക് ആണ്. നാട്ടിൽ ഇവിടെ അത്ര ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ക്ലാസ്സുകൾ നല്ല ആക്റ്റീവാണ്. നല്ലൊരാളാണ്, നല്ലൊരു വ്യക്തിയാണ്, ഒരു വൈബ് മനുഷ്യനാണ്. എന്തായിരുന്നു ഗെറ്റ് ടുഗദറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത്? വളരെ എന്തായാലും വരുന്ന ഉറപ്പല്ലേ? അപ്പോൾ ഞങ്ങൾ 15 വർഷത്തിന് ശേഷം 2010 പാസ് ഔട്ട് വെച്ചാൽ. അപ്പോൾ മൊത്തം 45 വരെ ഞങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിൽ 30 പേര് വരാനുള്ള പരിപാടി ഒന്ന് നടക്കേണ്ട പരിപാടിയായിരുന്നു. അപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ വരുന്നാരും പ്രതീക്ഷിക്കുന്നൊന്നുമില്ലാലും. പ്ലാൻ എന്തൊക്കെയായിരുന്നു? ഇന്ന് വന്ന് എന്തൊക്കെയായിരുന്നു പ്ലാനൊക്കെ ഇട്ടിരുന്നു? ഒരുപാട് എവിടെയായിരുന്നു കൂടാൻ? ഞങ്ങൾ പോളിയിൽ തന്നെയാണ് കൂടാനുള്ള ഉദ്ദേശിച്ചത്. അങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം എന്നായതുകൊണ്ട് പോളിയിൽ നിശ്ചയിന്ന് പോളിയിൽ ഓഡിറ്റോറിയം കിട്ടിയില്ല ഞങ്ങൾക്ക്. അവിടെ എന്തോ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റോറിയം കിട്ടിയില്ല. പക്ഷെ എന്നാലും പോളിയിൽ നിന്ന് കൂടിയിട്ട് പുറത്ത് കോഴിക്കോട് CQ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ബാക്കിയുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയിലാണ് നിന്നത്. അപ്പോൾ ഓഡിറ്റോറിയം കിട്ടാത്തതിൻ്റെ പുറത്ത് ഡേറ്റ് ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഏകദേശം എല്ലാവർക്കും പറ്റുന്നൊരു ദിവസം എന്നായതുകൊണ്ട് ഇന്ന് തന്നെ നടത്താമെന്നുള്ള രീതിയിൽ എല്ലാവരും അതിനകത്തെ മാനസികമായി തയ്യാറെടുത്ത് എനർജറ്റിക് ആയിട്ട് എല്ലാവരും നിൽക്കുമായിരുന്നു. അപ്പോൾ കുറേ പേര് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും ഇവനൊക്കെ കൊച്ചിയിൽ FACTയിൽ വർക്ക് ചെയ്യുന്നത്, റിഫൈനറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രാവിലെ ജനശതാബ്ദിക്ക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞാനൊക്കെ വരുന്നവരാണെന്ന് വിളിച്ച് പറയുന്നത്. ഇങ്ങനെ ട്രെയിനിൽ നിന്നാണ് അറിയുന്നത്. വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അറിയുന്നത് ഇങ്ങനൊരു. ഇവരൊക്കെ തന്നെ ഒരുമിച്ച് കൂടാനുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് നാട്ടിലെത്തിയ ആളുകളാണ്. പലരും ഈ വിദേശത്തായിരുന്നു. പക്ഷെ ഇന്ന് ഈ 15 വർഷത്തിന് ശേഷം ഒരുമിച്ച് കൂടാനുള്ളൊരു താല്പര്യത്തിൽ പലരും ഇന്ന് നാട്ടിലേക്ക് 30ഓളം പേരാണ് ഇന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നിങ്ങളൊരു 5 പേർ ഒരുമിച്ച് നിന്ന ഫോട്ടോ ഒക്കെ കണ്ടിരുന്നു. അത് എങ്ങനെയായിരുന്നു? അതവരായിരുന്നു ഒരുമിച്ച് പഠിച്ച ഞങ്ങളുടെ ഒരു ബെഞ്ചിലിരുന്നവരാണ്. അന്ന് അവനുണ്ടായിരുന്നു, അന്ന് ഞാൻ. ഒരാൾ മാത്രമേ ശ്രീരാഗ് എന്ന് പറഞ്ഞാൽ ഗുജറാത്തില്ല, അവന് വരാൻ പറ്റില്ല. 5 പേരാണ് ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ബിജിലും പിന്നെ ശ്രീരാഗ് അനീഷും. ശ്രീരാഗ് ഇപ്പം ഗുജറാത്തിലുള്ള, അവന് പരിപാടിക്ക് വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അനീഷ് വന്ന് അവനിപ്പം മാറാൻ പോയത്. രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് ഹോസ്റ്റലിൽ ഒരുമിച്ചായിരുന്നു അപ്രന്റീസ്ഷിപ്പ് പീരീഡ് സമയത്ത്. താമസമൊക്കെ ഒരുമിച്ചായിരുന്നു. പിന്നെ അതിനുശേഷം മംഗലാപുരം കിട്ടി, അങ്ങനെ പോയി. മംഗലാപുരത്ത് കിട്ടിയതിന് ശേഷം കല്യാണമൊക്കെ നടന്നത്. ഈ ബിജിൽ ഒരു വീട് എടുക്കാനുള്ളൊരു വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പണി പൂർത്തിയാകാനായതാണ്. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറ്? അതെ, പറഞ്ഞിട്ടുണ്ടല്ലോ. ഓണത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറോട് കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി പാലുകാച്ചൽ. ഈ വൈഫും കുട്ടിയും ഒക്കെ അവിടെ തന്നെയായിരുന്നു? അവർ കുറച്ച് നാൾ അവിടെ തന്നെയാണ്. മകൾ സ്കൂളിൽ പോകുന്നതൊക്കെ അവിടെയാണ്. 5 വയസ്സായിട്ടേ ഉള്ളൂ. അവരൊക്കെ അവിടെ തന്നെ ഫാമിലിയായിട്ട്. ഞങ്ങളുടെ കൂടെ ഉള്ള വേറെ ഫ്രണ്ട്സുകളും ഉണ്ട്. ശ്രീശോഭ്, ശ്യാംജിത്തൊക്കെ എല്ലാവരും FACTയിൽ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് അങ്ങോട്ട് എക്സാം എഴുതി കിട്ടിയിട്ട് അവിടെ ഫാമിലി ആയിട്ട് ഇവരൊക്കെ ഒരു ഗാദറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല അറ്റാച്ച്ഡാണ്. ബിജിൽ വർക്ക് ചെയ്ത കറക്റ്റ് സ്ഥലം? സൂറത്ത് കല്ല്, MRPയിൽ.
മംഗലാപുരം റിഫൈനറിൻ്റെ ONGCൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തത്. ഒരുപാട് വർഷമായിട്ട് അവിടെ തന്നെയാണ്. 2017 മുതൽ അവിടെയാണ്. 2012 FICT കയറി 5 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് അങ്ങോട്ട് പോയി. അവിടുത്തെ എക്സാം എഴുതി പാസ്സായി. അനിയനും കൊച്ചിൻ റിഫൈനറിൽ വർക്ക് ചെയ്യുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ മംഗളൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിൽ ഈ വിഷവാതക ചോർച്ചയെ തുടർന്ന് ഈ ബിജിലിന് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. കൂടെ ഒരു പ്രയാഗ്രാജ് സ്വദേശിയായ ദീപ് ചന്ദ്രയും കൂടെ ഉണ്ടായിരുന്നു. ഇരുവരുമാണ് ഇന്നലെ ഈ ഒരു വിഷവാതക ചോർച്ചയിൽ ജീവൻ നൽകേണ്ടി വന്നത്. എന്തായാലും 2017 മുതൽ ഈ ബിജിൽ അവിടെ തന്നെയായിരുന്നു, കുടുംബസമേതം അവിടെ തന്നെയായിരുന്നു താമസം. ഈ താമസിക്കുന്നതിന് ഈ ജോലി ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ സ്വന്തമായൊരു താമസ സ്ഥലം കൂടി അല്ലെങ്കിൽ ഒരു വീട് ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം കൂടി കെട്ടിപ്പടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം കൂടി സംഭവിച്ചിട്ടുള്ളത്.